ഹായ് നമസ്കാരം. എൻ്റെ കയ്യിലുള്ള ഈ കൈതച്ചക്ക ഏകദേശം 1.5 കിലോയിലധികം തൂക്കമുണ്ട്. ഒരു പരിചരണമോ ഒരു വളമോ യഥാർത്ഥത്തിൽ ഞാനൊന്നും കൊടുത്തിട്ടില്ല. വളരെ നിസ്സാരമായി ഏവർക്കും എല്ലാ ആളുകൾക്കും കൃഷി ചെയ്യാവുന്നതാണ്. കടയിൽ നിന്നൊക്കെ ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചു കൊണ്ടുവന്നത് കടയിൽ നിന്ന് വാങ്ങിച്ച ഈ കൈതച്ചക്കയുടെ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിരിക്കും, ഇതിൻ്റെ ഒരു ടോപ്പ്. ഈ സാധനം മാത്രം കുത്തിയിട്ട് ആണ് ഈ തരത്തിലേക്ക് നോക്കൂ, ഈ തരത്തിലേക്ക് പഴുത്ത് പാകമായ കൈതച്ചക്കയാണ് ഈ ഇരിക്കുന്നത്. കണ്ടോ, ഇതിലൊക്കെ ഉണ്ട്, ഇതെല്ലാം പാകമായിട്ടുണ്ട്. ഇവിടെ പഴുത്തു കഴിഞ്ഞു, നോക്കൂ, ഇതൊക്കെ പഴുത്തതാണ് കേട്ടോ. ഇത് വളരെ സുന്ദരമായി നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത്, ഇതിന് യഥാർത്ഥത്തിൽ ഇതല്ല ഇതിൻ്റെ വിത്ത്. ഇത് വിത്ത് എന്ന് പറയുന്നത് ഇതിനകത്ത് വേറൊന്നുണ്ട്, പീസ് ഇതേപോലെ ഇങ്ങനെ ഓരോരോ കൈതച്ചക്കയുടെ കൂടെ തന്നെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവും. ഇത് നട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് ഇത് വളർച്ച ഇത് പ്രാപിക്കും. ഇത് നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഏകദേശം 9 മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു 10 മാസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വിളവെടുക്കാൻ കഴിയും. ഇതിൻ്റെ പേര് പറയാൻ സാധാരണ എന്താ, കാനീന്നോ അങ്ങനെ എന്തോ പറയാറുണ്ട്. എന്തായിരുന്നാലും ഇതാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ വിത്ത്. ഈ സാധനം എന്ന് പറയുന്നത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടിരുന്നതിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത് ഏകദേശം ഒരു വർഷമോ 2 വർഷത്തിനൊക്കെ ചിലപ്പോൾ 1.5 വർഷമൊക്കെ പിടിക്കും ഇത് കായ്ച്ചു വരാൻ. ഞാൻ യഥാർത്ഥത്തിൽ ഇതൊന്നും നോക്കിയിട്ടില്ല, കുഴിച്ചിട്ടു അത്രമാത്രം. ഇപ്പം വന്നു, അപ്പോഴാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ ഞാനത് എങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത് എന്ന് ഇപ്പോൾ കിട്ടാത്ത ആളുകൾക്ക് ഉണ്ടാവില്ല, ഇപ്പോൾ ഈ കാനയൊന്നും കിട്ടാത്ത ആളുകളുണ്ടാവും. എങ്ങനെയാണത് കൃഷി ചെയ്യുക, എങ്ങനെയാണത് കുഴിച്ച് ഇടുന്നത് എന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ ചെറിയ കുഴികളായിട്ട് ഇങ്ങനെ കുഴിക്കുക, പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഈ സാധനത്തിൻ്റെ അടിഭാഗത്ത് തിങ്ങി നിറഞ്ഞിട്ടുള്ള ഈ ഇലകളുണ്ടാവും. അപ്പോൾ അതൊന്ന് തൽക്കാലം നമ്മളൊന്ന് മാറ്റിയിട്ടാൽ, ഒന്ന് പറിച്ച് ഒഴിവാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഞാൻ കാണിച്ചു തരാം. അവസാനത്തിൽ ഇതിന് ആയി വരുമ്പോഴേ മനസ്സിലാക്കാൻ കഴിയും നമുക്ക്. അതിൻ്റെ ഒരു തണ്ട് കാണും, ആ തണ്ട് നേരെ കുത്തിയാൽ പെട്ടെന്ന് ഏകദേശം ഒരു മാസം ആകുമ്പോഴേക്ക് തന്നെ വേര് പിടിക്കാൻ തുടങ്ങും, വേര് പുറത്ത് ചാടാൻ തുടങ്ങും. അപ്പോൾ പിന്നെ നമുക്കതിനെക്കുറിച്ച് പിന്നെ അങ്ങോട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ഇനി എന്തെങ്കിലും വളം കൊടുക്കുന്നുണ്ട് എങ്കിൽ ഏറ്റവും നല്ലത് നല്ല വിളവായിരിക്കും, നല്ല തൂക്കമുണ്ടായിരിക്കും. ഇതേപോലെ നമ്മളൊന്നാണ്ട് കുഴിച്ചിടുക. ഇതേപോലെ കുഴിച്ചിടുക. ഇതേപോലെ ഞാൻ വേറെ തൈയും കൂടി തന്നെ വീണ്ടും ഇതിനൊപ്പം തന്നെ കുഴിച്ചിട്ടിട്ടുണ്ട്. അതുപോലെ കഴിഞ്ഞ വർഷം അതാണ് ഞാൻ കുഴിച്ചിട്ടത്. പിന്നെ കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെ കുഴിച്ചിട്ട ഇതേപോലെയുള്ള തൈകളുണ്ട്. അത് ഇതിനോട് അരികിലേക്ക് തന്നെ ഞാൻ വെച്ചതാണ്. ഇത് കാണുന്നില്ലേ, ഇതേപോലെ ഇതൊക്കെ കഴിഞ്ഞ വർഷം ഞാൻ വെച്ചതാണ്. ഇനി അടുത്ത വർഷമോ ആണ്ടൊക്കെ കായ്ക്കാൻ സാധ്യതയുണ്ട്. എന്തായിരുന്നാലും ഈ തരത്തിൽ അകലത്തിലാണ് ഞാൻ ഇതൊക്കെ വെച്ചിട്ടുള്ളത്. അങ്ങനെ കുറച്ച് അകലത്തിൽ വെച്ചാൽ കുറച്ചും കൂടി വൃത്തി ഉണ്ടായിരിക്കും. ആ കാര്യം പ്രത്യേകം നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഇത് ഇപ്രാവശ്യം വിളവെടുത്തതാണ്. ഏകദേശം 16 എണ്ണം ഇപ്രാവശ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. 16 എണ്ണം. അതിൽ ഇപ്രാവശ്യം ഞാനൊരു 3 എണ്ണം ഇപ്പോൾ വിളവെടുത്ത് കഴിഞ്ഞു. ഇനി ബാക്കി 13 എണ്ണം ഉണ്ട്. ഇത് ആയി വരുന്നുള്ളൂ. ഇതും അതുപോലെ ആ ഭാഗത്തുണ്ടൊന്ന്, അങ്ങനെ പല ഭാഗങ്ങളിലുണ്ട്. അപ്പോൾ ഇതൊക്കെ കുറച്ചും കൂടെ കഴിഞ്ഞാൽ അതിൻ്റെ സമയമാകുമ്പോഴേക്ക് നമുക്കത് വിളവെടുക്കാൻ കഴിയും. ഇതുപോലെ എല്ലാവർക്കും കൃഷി ചെയ്യാൻ കഴിയും. വല്ല ഗ്രോ ബാഗിലോ, സ്ഥലപരിമിതിയുള്ള ആളുകളുണ്ടാവാം. അപ്പോൾ അവർക്ക് ഗ്രോ ബാഗിലോ വല്ല ബക്കറ്റിലോ എങ്ങനെ വേണമെങ്കിലും ഈ തരത്തിലുള്ള സാധനങ്ങൾ കൊടുന്നുകൊണ്ട് കുഴിച്ചിടുക. വല്ല പ്രത്യേകിച്ചൊന്നും വളമൊന്നും കൊടുക്കില്ല. ഈ വളം കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ തൂക്കം കൂടുക എന്നല്ലാതെ തൂക്കം കുറയില്ല. അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക. നമ്മളെ മക്കൾക്ക് നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. എല്ലാവരും കൃഷി ചെയ്യട്ടെ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഓരോ ആളുകളും അത് നട്ടു നോക്കുക. എന്നിട്ട് അതിൻ്റെ വിളവെടുപ്പും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് കമൻറ്റിൽ നിങ്ങൾ അറിയിക്കുക.